ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്നൊരു ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ആലു പറാട്ട ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം. ഇതിന് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ ജീരകം ഇടാം. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇടുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് മാറ്റാം. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് സവാള ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 1 നുള്ളു മഞ്ഞൾ, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇടാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർക്കാം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല സ്മൂത്തായിട്ട് ഉടച്ചെടുക്കണം, എന്നാലും നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് മസാലയെല്ലാം പിടിക്കാൻ 2 മിനിറ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് ആട്ട എടുക്കാം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ എണ്ണയും കൂടി ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നല്ല സ്മൂത്തായിട്ട് കുഴച്ചെടുക്കണം. മാവ് റെഡിയായിട്ടുണ്ട്. ഓരോ ഉരുളകളാക്കി എടുത്ത് പരത്തിയെടുക്കാം. കുറച്ച് കനത്തിൽ പരത്തിയിട്ട് അതിലേക്ക് നമുക്ക് ആ ഫില്ലിങ് വെക്കാം. ഈ ഫില്ലിങ് വെച്ചിട്ട് 2 സൈഡും ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് റോളാക്കി എടുക്കണം. അതിനുശേഷം മേളിൽ നിന്ന് കാണുന്ന മാവിൻ്റെ ആ ഒരു പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇത് പരത്താൻ വേണ്ടി കുറച്ച് മാവിലും കൂടി ഒന്നും കൂടി മുക്കിയെടുക്കാം. അതിനുശേഷം ഒന്ന് കനം കുറച്ച് പരത്തിയെടുക്കാം. പാനിലേക്ക് ബട്ടറോ നെയ്യോ ചേർക്കാം. നന്നായിട്ട് ചൂടായി വന്നിട്ട് ഓരോന്നായിട്ടിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നവരെ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനുശേഷം പാത്രത്തിലേക്ക് മാറ്റാം. വേറെ ഒരെണ്ണം കൂടി ഞാൻ ഇതേ കണക്ക് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ 2 ആലു പൊറോട്ട ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ ഒരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം.